ശത്രു ചുറ്റും പെരുകിയിടുമ്പോൾ നിന്നഭിഷേകമെന്നിൽ അധികമാകും. നിറഞ്ഞൊഴുകും നദികളെന്നിൽ ആനന്ദ തൈലത്താൽ എന്നെ മൂടും. ശത്രു ചുറ്റും പെരുകിയിടുമ്പോൾ നിന്നഭിഷേകമെന്നിൽ അധികമാകും. നിറഞ്ഞൊഴുകും നദികളെന്നിൽ ആനന്ദ തൈലത്താൽ എന്നെ മൂടും. വിരുന്നുകളൊരുക്കിയിടുമേ ശ്രേഷ്ഠരോടിരുത്തിയിടുമേ. വിരുന്നുകളൊരുക്കിയിടുമേ ശ്രേഷ്ഠരോടിരുത്തിയിടുമേ. നന്മകളെന്നെന്നും എന്തിര് ഞാനോ എന്നേശുവിൻ കാൽച്ചുവടിൽ. നന്മകളെന്നെന്നും എൻ പിറകിൽ ഞാനോ എന്നേശുവിൻ കാൽച്ചുവടിൽ. യേശു എൻ ഇടയ ശ്രേഷ്ഠനായി ഒന്നിനും കുറവില്ല ഈ ധരയിൽ. യേശു എൻ ഇടയ ശ്രേഷ്ഠനായി ഒന്നിനും കുറവില്ല ഈ ധരയിൽ. വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് നിങ്ങൾക്ക് നൽകുന്ന വചനം സങ്കീർത്തനങ്ങൾ 44 അതിൻ്റെ 2-ാമത്തെ വാക്യവും 3-ാമത്തെ വാക്യവുമാണ്. നിന്റെ കൈകൊണ്ട് നീ ജാതികളെ പുറത്താക്കി ഇവരെ നട്ടു. നീ വംശങ്ങളെ നശിപ്പിച്ചു ഇവരെ പരുക്കുമാറാക്കി. തങ്ങളുടെ വാളുകൊണ്ടല്ല അവർ ദേശത്തെ കൈവശമാക്കിയത്, സ്വന്തം ഭുജം കൊണ്ടല്ല അവർ ജയം നേടിയത്. നിന്റെ വലങ്കൈയും നിന്റെ ഭുജവും നിന്റെ മുഖപ്രകാശവും കൊണ്ടത്രേ നിനക്ക് അവരോട് പ്രീതി ഉണ്ടായിരുന്നുവല്ലോ. ലോക ചരിത്രത്തില് ഒരു സാധ്യതയുമില്ലാത്ത ഒരു കുടുംബം അനുഗ്രഹിക്കപ്പെട്ട് അവർ വലിയൊരു വംശമായി, അവർ വലിയൊരു ജാതിയായി. ലോക ചരിത്രത്തിൽ ഒരിടത്തും നടക്കാത്ത അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ചെയ്തു. അവർ പോയിടത്തെല്ലാം അവർ ജയിച്ചു. അവർ ജീവിച്ചിടത്തെല്ലാം അവരൊരു അതിശയമായിരുന്നു. അതിൻ്റെ കാരണം ഈ വചനത്തിൽ എഴുതിയേക്കാണ്. ദൈവത്തിന് ആ ജനത്തോട് ഫേവർ തോന്നി. ദൈവത്തിന് ഒരു വ്യക്തിയോട്, ഒരു കുടുംബത്തോട്, ഒരു ജനതയോട് ഫേവർ തോന്നിയാൽ നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ നടക്കും. ആമേൻ. ഇന്ന് ഈ വചനം ഞാൻ പറയുമ്പോൾ ചിലരുടെ അകത്തെ, ചിലരുടെ കുടുംബത്തോട്, ചില വ്യക്തികളോട് ദൈവത്തിൻ്റെ ഫേവർ വെളിപ്പെടുത്താൻ പോവുകയാണ്. ഇസ്രായേൽ എന്ന ജനത്തിൻ്റെ ചരിത്രത്തിൻ്റെ അത്ഭുതകരമായ മാറ്റം ദൈവത്തിൻ്റെ ഫേവറാണ്. ആ ഫേവർ ഉണ്ടായിരുന്നോണ്ട് എന്താ സംഭവിച്ചേ? അവിടെ തിരുവചനം ഇങ്ങനെ പറയുന്നു, ആമേൻ, നിന്റെ കൈകൊണ്ട് നീ ജാതികളെ പുറത്താക്കി ഈ ജനത്തെ നട്ടു. നീ വംശങ്ങളെ നശിപ്പിച്ചു, എന്നാൽ ഈ ജനത്തെ പരക്കുമാറാക്കി. തങ്ങളുടെ വാളുകൾ കൊണ്ടല്ല അവർ ദേശത്തെ കൈവശമാക്കിയത്, സ്വന്തം ഭുജം കൊണ്ടുമല്ല അവർ ജയം നേടിയത്. നിന്റെ വലങ്കയും നിന്റെ ഭുജവും നിന്റെ മുഖപ്രകാശവും കൊണ്ടത്രേ നിനക്ക് അവരോട് പ്രീതി ഉണ്ടായിരുന്നല്ലോ. ഓ എൻ്റെ കർത്താവേ. അപ്പോൾ ആ വചനം ശ്രദ്ധിച്ച്, ദൈവം ഫേവർ തോന്നിയത് കൊണ്ട് ജാതികളെ പുറത്താക്കി, ഇവരെ നട്ടു. പലതിനെയും പുറത്താക്കുമ്പോഴും ദൈവം നിന്നെ പലയിടത്ത് ഉറപ്പിക്കുന്നത് നിന്നോടുള്ള ഫേവറാണ്. പലരും നശിച്ചപ്പോഴും
നീ നശിക്കുകയല്ല ചെയ്തത്. നിന്റെ കുടുംബവും നിന്റെ തലമുറകളും ദേശത്ത് പരക്കപ്പെട്ടത്, വർദ്ധിക്കപ്പെട്ടത് ദൈവത്തിന്റെ ഫേവറാണ്. അടുത്ത വാക്ക് പറയാണ്, വാള് കൊണ്ടല്ല അവർ ദേശത്തെ കൈവശമാക്കിയത്, സ്വന്തം ഭുജം കൊണ്ടല്ല അവർ ജയം നേടിയത്. പഴയ ദൈവത്തിൽ എവിടെ നോക്കുമ്പോൾ യുദ്ധവീരനായ ദൈവം എന്നൊരു പേരുണ്ട്. കാരണം ദൈവമാണ് അവർക്ക് വേണ്ടി യുദ്ധം ചെയ്തത്. എന്നിട്ട് പറയുകയാണ്, എങ്ങനെയാണ് നടന്നത്? നിന്റെ വലങ്കയും നിന്റെ ഭുജവും നിന്റെ മുഖപ്രകാശം കൊണ്ടാണ് അവർ ജയിച്ചത്. ദൈവത്തിന്റെ വലങ്കയും ദൈവത്തിന്റെ ഭുജവും ദൈവത്തിന്റെ മുഖപ്രകാശവും നിങ്ങളുടെ മേൽ ഉദിക്കുകയോ വെളിപ്പെടുകയോ ചെയ്താൽ നിങ്ങൾ സക്സസ് ആണ്. ഈ വചനം പറയുമ്പോൾ രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ കൈ കുറുകിയിട്ടില്ലെന്ന്, കേൾപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ ചെവി മന്ദമായിട്ടില്ലെന്നും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ദൈവത്തിന്റെ കരവും ദൈവത്തിന്റെ ഭുജവും ദൈവത്തിന്റെ മുഖപ്രകാശവും നിങ്ങളുടെ ലൈഫിനെ ടോട്ടലി മാറ്റും. പ്രൈസ് ലോർഡ്. ഇസ്രായേൽ ജനം കാത്തിരിക്കുന്നത് പുരോഹിതൻ ഒരിക്കൽ വന്ന് പറയുന്നൊരു വാക്കിനാണ്, ദൈവത്തിന്റെ മുഖം നിങ്ങളുടെ മേൽ പ്രകാശിക്കട്ടെ. ഈ ദൈവത്തിന്റെ മുഖം ഒന്ന് വെളിപ്പെട്ടാൽ, ആ ഒരു വർഷം ആ പ്രകാശം ഒന്ന് വെളിപ്പെട്ടാൽ ജനം അനുഗ്രഹിക്കപ്പെടും. പല കുടുംബത്തിലും ദൈവത്തിന്റെ മുഖം പ്രകാശിക്കുക, അവന്റെ മുഖപ്രകാശം ഉദിക്കുകയാണ്. ഇന്നത്തെ ഒരൊറ്റ ദൂത നിങ്ങൾക്ക് തരുന്നത്, ദൈവത്തിന്റെ ഫേവർ നിങ്ങൾക്കായി വെളിപ്പെടുന്നു. ദൈവത്തിന്റെ ഫേവർ നിങ്ങൾക്കായി വെളിപ്പെടുന്നു. മറ്റാർക്കും തുറക്കാത്ത വഴികൾ ഫേവർ തുറന്ന് നിനക്ക് തുറക്കും. മറ്റാർക്കും ലഭിക്കാത്ത പദവികൾ ഫേവറുള്ള നിനക്ക് ലഭിക്കും. മറ്റാർക്കും നൽകാത്ത നന്മകൾ ഫേവറുള്ള നിനക്ക് ലഭിക്കും. സ്തോത്രം. ഈ ഫേവർ ഈ ദിനങ്ങളിൽ ദൈവം നിങ്ങളുടെ മേൽ അയക്കുകയാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം മുതൽ നിങ്ങളുടെ ലൈഫിൽ ഒരു ദൈവത്തിന്റെ പ്രീതി വെളിപ്പെട്ടു വരും. യെസ്, നിങ്ങൾ ഇന്ന് മുതൽ പ്രാർത്ഥിക്കണേ, കർത്താവേ നിന്റെ ഫേവർ എൻ്റെ മേലുണ്ടാകണം. യുദ്ധമില്ലാതെ ജീവിതം, പോകുന്നിടത്തെല്ലാം അത്ഭുതം, അത് നടക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കണേ. ഞങ്ങളൊരു വാക്യം പ്രാർത്ഥിക്കാം. യേശുവേ, ഇന്ന് ഞങ്ങൾക്ക് നൽകിയ നല്ല വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അങ്ങ് കൃപാലുവായ കരുണയുള്ള ദൈവമാകിയാൽ ഞങ്ങൾ നന്ദി പറയുന്നു പിതാവേ. യേശുവേ, അങ്ങയുടെ പ്രീതി, അങ്ങയുടെ ഫേവർ, അങ്ങയുടെ കൃപ ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണമേ. ഇന്ന് രാവിലെ സമയം ഈ വചനം കേട്ട ഓരോ വ്യക്തിയെ അനുഗ്രഹിക്കും. അങ്ങയുടെ നീട്ടിയ ഭുജത്തായാലും അങ്ങയുടെ തൃക്കരത്തായാലും കർത്താവേ, അങ്ങ് വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ഇവരുടെ ജീവിതങ്ങളിൽ അങ്ങ് ചെയ്യാൻ പോകുന്നതിന് നന്ദി പറയുന്നു പിതാവേ. കർത്താവേ, അങ്ങയുടെ കൃപ രാവിലെ തോറും പുതിയതായിരിക്കുന്നു. ഈ പുതിയ ഒരു പ്രീതി, ഫേവർ അങ്ങ് ഇവർക്ക് നൽകുന്നതിന് നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ ഈ ദിവസത്തെ അനുഗ്രഹിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഈ ദിവസം നിങ്ങളെ ഒത്തിരി ദൈവം അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ കുടുംബമായിട്ട് നിങ്ങളെ അനുഗ്രഹിക്കുന്നു. നന്മകൾ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും നിങ്ങൾ നിറയപ്പെട്ടിരിക്കട്ടെ. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് ഈ മക്കളുടെ ആഗമനത്തെ സ്ഥിരപ്പെടുത്തുവാൻ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹങ്ങളാലും നന്മകളാലും ഈ ജനം അനുഗ്രഹിക്കപ്പെട്ടിരിക്കട്ടെ. എല്ലാം മഹത്വം കർത്താവിന്, യേശുവിൻ നാമത്തിൽ. ഇന്നത്തെ ദിവസം നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. എല്ലാ നന്മകളും ദാനങ്ങളും നിങ്ങൾക്ക് ലഭിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ശലോം.